ഹലോ നമസ്കാരം. ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ സെറിൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് യൂറിക് ആസിഡിനെ കുറിച്ചാണ്. അപ്പോൾ പലപ്പോഴും പല ആളുകളെയും നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് അവരുടെ ചില വേദനകളുടെ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് മാറുന്നത് യൂറിക് ആസിഡ് ലെവലിൽ ഉണ്ടാകുന്ന ഒരു കൂടിയ ലെവൽ തന്നെയാണ്. അപ്പൊ എപ്പോഴും നമ്മൾ അതിന് കൃത്യമായിട്ടുള്ള മരുന്നുകളൊക്കെ കഴിച്ചിട്ടും ഒരു സാരമായിട്ടുള്ള ഒരു മാറ്റം ഒന്നും ഇല്ലാതെയായിരിക്കും പലപ്പോഴും നമ്മുടെ ക്ലിനിക്കിലേക്ക് ഇത്തരക്കാര് വരുന്നത്. പിന്നെ പൊതുവെ നമ്മൾ നോക്കുന്ന സമയത്ത് സ്ത്രീകളെയും പുരുഷന്മാരെയും അപേക്ഷിച്ച് പുരുഷന്മാർക്കാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഈ യൂറിക് ആസിഡിന്റെ പ്രശ്നം. സ്ത്രീകളിലും കാണുന്നുണ്ട്, പക്ഷെ കമ്പാരിറ്റീവ്ലി പുരുഷന്മാരിൽ കുറച്ചധികം കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു അവസ്ഥയും കൂടിയാണ് യൂറിക് ആസിഡ്. അപ്പൊ ഇത് പലപ്പോഴും ഇത് കടന്നുപോയി അതിനുശേഷം ഒരു ഗട്ട് രക്തവാദം പോലത്തെ പ്രശ്നങ്ങളിലേക്കൊക്കെ പോകാനായിട്ടുള്ള സാധ്യത ഇതിന് കൂടുതലാണ്. അപ്പൊ നമ്മുടെ മോഡേൺ സയൻസിൽ പറയുകയാണെങ്കിൽ ഇത് പ്രോട്ടീന്റെ അമിതമായിട്ടുള്ള ഉപയോഗം, അമിതമായിട്ടുള്ള പ്രോട്ടീൻ ഫുഡുകൾ നമ്മൾ കഴിക്കുന്നത് കൊണ്ട് ആ പ്രോട്ടീനിൽ വിഘടിച്ച് അത് രക്തത്തിലേക്ക് ചെന്ന് രക്തത്തിൽ നിന്ന് അത് വൃക്ക എന്ന് പറയുന്നത് കിഡ്നി അതിനെ അരിച്ചെടുക്കുന്നു. ആ രീതിയിൽ അതിന് മാക്സിമം അരിക്കാൻ പറ്റുന്ന ഒരു തോതുണ്ട്. അതിലും അപ്പുറത്തേക്ക് വരുന്ന സാഹചര്യത്തിലാണ് ഇത് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് മാറുന്നത്. ഇതിന്റെ ഒരു നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് മെയിൽസിൽ ഏകദേശം 2.5 to 7 ആണ് ഇതിന്റെ റേഞ്ച് വരുന്നത്. ഫീമെയിൽസിലാണെങ്കിൽ ഒരു 1.5 തൊട്ട് ഒരു 6 വരെയാണ് ഇതിന്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ ഇതിലും കൂടുതലായിട്ട് കാണുമ്പോഴാണ് നമുക്ക് യൂറിക് ആസിഡ് ലെവലില് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കപ്പെടുന്നത്. ഓക്കെ, അപ്പോ അക്കോർഡിംഗ് ടു ആയുർവേദ, നമ്മൾ ആയുർവേദ സിദ്ധാന്ത പ്രകാരം പറയുകയാണെങ്കിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അപ്പൊ ഏതൊക്കെ കാര്യങ്ങളിലാണ് ഇതിന് ബുദ്ധിമുട്ട് സംഭവിക്കുന്നത്? നമ്മുടെ ധാതുക്കളിൽ ഇത് ബുദ്ധിമുട്ടുകൾ സംഭവിക്കും. അതായത് രസം, രക്തം, മാംസം, മേധോ, അസ്ഥി, മജ്ജ, ശുക്ര, ഇതാണ് 7 ധാതുക്കൾ. 7 ധാതുക്കളുടെ പ്രശ്നം സൃഷ്ടിക്കും. അതുപോലെ നമ്മുടെ ത്രിദോഷങ്ങളിൽ പ്രശ്നം സൃഷ്ടിക്കും. വാദം, പിത്തം, കഫം, ഈ 3 ത്രിദോഷങ്ങൾ പ്രശ്നം സൃഷ്ടിക്കും. ത്രിമലാസിൽ ഇത് പ്രശ്നം സൃഷ്ടിക്കും. ത്രിമലാസ് എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ മലം, മൂത്രം, അതുപോലെ വിയർപ്പ്, ഇതാണ് ത്രിമലാസ്. അങ്ങനെ ഈ 3 സംഗതികളിലും നമുക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അതുപോലെ 13 സംഗതികളിലും നമുക്കത് പ്രശ്നം സൃഷ്ടിക്കുകയാണ് യൂറിക് ആസിഡിന്റെ ലെവൽ കൂടുമ്പോൾ സംഭവിക്കുന്നത്. ഓക്കെ, അതായത് നമ്മള് കൂടുതലായിട്ട് ഹെവി ഫുഡ്, അതുപോലെ നല്ല രീതിയിൽ തണുത്ത ആഹാര പദാർത്ഥങ്ങൾ, ഹെവി ആയിട്ടുള്ള ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ്, ഓയിലി ഫുഡ്, ബേക്കറി ഐറ്റംസ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ കഴിക്കുന്നത് ഇപ്പോഴത്തെ ഒരു സർവ്വസാധാരണമായിട്ടുള്ളൊരു ജീവിത രീതിയിൽ പെട്ടതാണ് അല്ലെ. അപ്പൊ അത്തരം ഫുഡുകൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്ത് ദുഷിക്കുകയാണ്, എന്ത് ദോഷമാണ് ദുഷിക്കുന്നത്? കഫദോഷം ദുഷിക്കുന്നു. കഫദോഷം ദുഷിക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? നമ്മുടെ കൃത്യമായിട്ട് നമുക്ക് അവിടെ മെദോധാതു, ഞാൻ നേരത്തെ പറഞ്ഞ ധാതുക്കളുടെ കാര്യം പറഞ്ഞു അല്ലെ, അതിലുള്ളതാണ് മെദോധാതു. മെദോധാതുവിനും ദൂഷ്യം സംഭവിക്കുകയാണ്. മെദോധാതുവും ദുഷിച്ചു പോവുകയാണ്. അതിനുശേഷം രക്തത്തിലും ദുഷിപ്പ് വരുമ്പോൾ ഓഫ്കോഴ്സ് നമ്മുടെ പിത്തദോഷത്തിനെയും അത് ദുഷിപ്പിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആ രീതിയിലാണ് നമ്മുടെ യൂറിക് ആസിഡ് ലെവല് കൂടുന്ന അവസരത്തിൽ നമ്മുടെ ശരീരത്തിൽ കാണുന്ന ചില മാറ്റങ്ങൾ. ഓക്കെ, ഇനി ഇത് ജീവിതശൈലി മാറ്റത്തിലാണോ ഏറ്റവും കൂടുതൽ ഇത് ആശ്രയിക്കുന്നത്? തീർച്ചയായിട്ടും ജീവിതശൈലിയിൽ നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. യൂറിക് ആസിഡ് ലെവല് കൂടിയ ഒരു വ്യക്തി എന്ന് പറയുന്നത് എന്തൊക്കെ നമ്മൾ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്? നമ്മൾ പൂർണ്ണമായിട്ടും റെഡ് മീറ്റ്, അതുപോലെ ഷെൽ ഫിഷസ്, ഫോർ എക്സാമ്പിള് ചെമ്മീൻ, കൊഞ്ച്, കണവ, പിന്നെ അതുപോലെ തന്നെ പലതരത്തിലുള്ള ഷെൽ ഫിഷ്, കക്ക, അതുപോലെ കല്ലുമക്കായ, ഇത്തരത്തിലുള്ള മത്സ്യങ്ങളൊക്കെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് കൂടും. അതുപോലെ ബിയർ, ആൽക്കഹോള്, അതുപോലെ പുകവലിക്കുന്നത്, പിന്നെ അതുപോലെ ഡീഹൈഡ്രേഷൻ, നമ്മൾ കൃത്യമായിട്ട് വെള്ളം കുടിക്കാത്ത ഒരു പ്രശ്നം നമുക്കുണ്ടെങ്കിൽ, അതുപോലെ തന്നെ വെജിറ്റേറിയൻസിലാണെങ്കിൽ കടല, ഉഴുന്ന്, പരിപ്പ്, പയറുവർഗ്ഗങ്ങൾ, ഇതൊക്കെ ധാരാളമായിട്ട് കഴിക്കുകയാണെങ്കിൽ, അതുപോലെ ചില ആളുകളിൽ പാലും പ്രശ്നമായിട്ട് വരാറുണ്ട്. പാലുൽപ്പന്നങ്ങളും തൈര് പോലത്തെ ഇതുകളൊക്കെ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട്. അപ്പോൾ ഇത് പലരിലും പല രീതിയിലുള്ള ഭക്ഷണങ്ങളാണ് സ്വാധീനിക്കാറ് എന്നുള്ളതാണ് നമുക്ക് അതിൽ പറയാനുള്ളത്. അപ്പൊ ഈ രീതിയിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, വ്യായാമം തീരെയില്ല, എപ്പോഴും ഇരുന്നിട്ടുള്ള ജോലിയാണ്, ഒട്ടും വ്യായാമം ഇല്ലാത്തൊരു അവസ്ഥയാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത്തരം കാര്യങ്ങൾ ബുദ്ധിമുട്ടുകൾ വരാനായിട്ട് തുടങ്ങും. കാൽമുട്ടില്, കൈമുട്ടില്, അതുപോലെ തന്നെ കൈകളിലൊക്കെ നമുക്ക് വേദനയും നീരും അനുഭവപ്പെടാനായിട്ട് തുടങ്ങും. അതാണ് ഇതിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതില് നമുക്ക് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇതിൽ ഏറ്റവും ഒരു ഉപകാരമുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഞെരിഞ്ഞിൽ പ്രയോഗമാണ്.
ഇപ്പൊ ഞെരിഞ്ഞിലിന്റെ വെള്ളം കുടിക്കുക, ഞെരിഞ്ഞില് തിളപ്പിച്ചിട്ടുള്ള വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് വളരെ നല്ലതാണ്. ഞെരിഞ്ഞില് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ബാർലി വെള്ളവും ഉപയോഗിക്കാവുന്നതാണ്. ഇത് നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും. കാരണം ഇത് രണ്ടും മൂത്രളമായിട്ടുള്ള ദ്രവ്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മൂത്രള ദ്രവ്യസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് യൂറിനേഷൻ കൂടാനും അതുവഴി യൂറിക് ആസിഡ് പുറന്തള്ളപ്പെടാനും ഒക്കെ സഹായിക്കും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു വ്യായാമക്കുറവ് ഇതിന്റെ ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ നടക്കുക, രാവിലെയും വൈകുന്നേരവും ഒരു 30 മിനിറ്റ് നടക്കാം എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഒരു മരുന്നിന്റെ ഇതും ഇല്ലാതെ നമുക്കിത് പൂർണ്ണമായിട്ട് നമ്മൾ ചില ജീവിത ശൈലികളിൽ വരുന്ന മാറ്റം, അതുപോലെ തന്നെ വ്യായാമം കൃത്യമാക്കുക എന്നുള്ളത് തന്നെ നമുക്ക് തുടക്കത്തിലൊക്കെ ഇതിനെ പരിഹരിക്കാനായിട്ട് വളരെ എളുപ്പമായിട്ട് വരാറുണ്ട്. ഇതൊക്കെ ഒന്നും ഒരു മരുന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്കിത് മാറ്റിയെടുക്കാനായിട്ട് തുടക്കത്തിൽ പറ്റും. ഇനി ഇതിന്റെ റേഞ്ച് മാറി വന്നിരിക്കുകയാണ്. നമ്മൾ എന്താ ചെയ്യുക, തുടക്കത്തിൽ നമുക്ക് യൂറിക് ആസിഡ് ലെവൽ കൂടുതലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പോയിട്ട് നമ്മൾ മരുന്നുകളെ ആശ്രയിക്കും. അങ്ങനെ ചെയ്യരുത്. ആദ്യം നമ്മൾ ഇതിങ്ങനെ നോക്കുക, അതിനുശേഷവും നമുക്ക് മാറുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആയുർവേദ മരുന്നുകൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ആയുർവേദ മരുന്നുകൾ എന്ന് പറയുമ്പോൾ സൈഡ് എഫക്റ്റ് കുറവാണ്, വേറെ ശരീരത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല, ധൈര്യമായിട്ട് ഉപയോഗിക്കാം. അങ്ങനത്തെ ഒരുപാട് ബെനിഫിറ്റ്സുകൾ, പിന്നെ പൂർണ്ണമായിട്ട് നമുക്ക് മാറും ചെയ്യും. കാരണം ഇതൊരു സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റ് അല്ല. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ആയുർവേദ ചികിത്സയ്ക്കുണ്ട്. അപ്പൊ അത്തരം അവസ്ഥകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പലതരത്തിലുള്ള കഷായ പ്രയോഗങ്ങളുണ്ട്. ഏതൊക്കെയാണ്? കോകിലാശം കഷായം നമ്മൾ ഉപയോഗിക്കും, പലതരത്തിലുള്ള രാസ്ന കഷായങ്ങൾ നമ്മൾ ഉപയോഗിക്കും. അവസ്ഥയ്ക്കനുസരിച്ചിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. അപ്പൊ കോകിലാശം എന്ന് പറയുന്നത് എന്താണ്? വയൽ ചുള്ളി, അതുപോലെ ചിറ്റമൃത് ഒക്കെ ഇട്ടിട്ടുള്ള വെള്ളം നമുക്ക് തിളപ്പിച്ച് കുടിക്കുന്നതും വളരെയധികം ഗുണം ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഗോക്ഷുരാതി കുഗുലു എന്ന് പറയുന്ന പ്രയോഗം വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പ്രയോഗമാണ്. ഗോക്ഷുര എന്ന് പറയുന്നത് ഞെരിഞ്ഞിലിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇതും വളരെ ഗുണം ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ പലതരത്തിലുള്ള ചന്ദ്രപ്രഭ ഗുളിക, അതുപോലെ പലതരത്തിലുള്ള ത്രിഫലകളുടെ ഉപയോഗം നമുക്ക് ഒരുപാട് ഗുണം ചെയ്യാറുണ്ട്. പലതരത്തിലുള്ള കഷായങ്ങളും പലതരത്തിലുള്ള കുളിക പ്രയോഗങ്ങളും ഒക്കെ നമ്മൾ അവസ്ഥയ്ക്കനുസരിതമായിട്ട് നമ്മൾ ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അത് ഏകദേശം ഒരു 1-2 മാസക്കാലം കൃത്യമായിട്ട് സേവിച്ച്, കൃത്യമായിട്ട് നമ്മൾ പറയുന്ന പഥ്യത്തിലൂടെ നടന്ന്, അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള വ്യായാമ മുറകൾ ചെയ്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഈ ഒരു യൂറിക് ആസിഡ് ലെവൽ കൂടുന്ന ഒരു അവസ്ഥ കൊണ്ടുണ്ടാകുന്ന സന്ധിവേദനകൾ, ശരീരവേദനകൾ, ഇതൊക്കെ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുമെന്ന് പറയുന്നതിൽ ഒരു സംശയവും വേണ്ട. നമ്മൾ മാറ്റുന്നുണ്ട്. ഇതുകൊണ്ടാണ് ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിന്റെ കോംപ്ലിക്കേഷൻസ് മനസ്സിലാക്കുക. പലപ്പോഴും യൂറിക് ആസിഡ് കൂടുമ്പോൾ പലപ്പോഴും പല ആളുകളും അതങ്ങ് ശ്രദ്ധിക്കാതെ വിട്ടുകളയും, ചെറിയ എന്തെങ്കിലും പൊടിക്കൈകളോ ഷോർട്ട് കട്ട്സുകളോ ഒക്കെ ചെയ്തിട്ട്. പക്ഷെ ഇതിനെ കൃത്യമായിട്ട് ചികിത്സിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് എങ്ങനെയാണ്? അല്ലെങ്കിൽ ഇത് കോംപ്ലിക്കേഷൻസ് ആയ ഗോട്ട്, രക്തവാദം പോലത്തെ പ്രശ്നങ്ങൾ, അതുപോലെ യൂറിക് സ്റ്റോൺസുകൾ, അതുപോലെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിലേക്കൊക്കെ മാറാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ എപ്പോഴും നമുക്ക് യൂറിക് ആസിഡ് ലെവൽ കൂടുതലാണെന്ന് തുടക്കത്തിൽ മനസ്സിലായി കഴിഞ്ഞാൽ അത് നമുക്ക് ആയുർവേദത്തിലൂടെ ചികിത്സിച്ച് മാറ്റാനായിട്ട് ശ്രമിക്കാം. പൂർണ്ണമായിട്ട് മാറ്റാം എന്ന് പറയുന്നതിൽ ഒരു സംശയവും വേണ്ട. കാര്യം നമുക്കത് എളുപ്പമാണ് യൂറിക് ആസിഡിന്റെ പ്രശ്നം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, മരുന്നിലും അതുപോലെ തന്നെ പഥ്യത്തിലും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാറ്റാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോ തീർച്ചയായിട്ടും ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ആളുകളിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച്. ബൈ.